ഇത് രണ്ടാമത് വരട്ടിയതാട്ടോ ചക്ക. ആദ്യത്തെ ഇവിടെ ഇരിക്കല്ലേ, കാണിച്ചു തരാം. ഇനി അതൊന്നും കൂടി ആവാണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ടാണ് പലഹാരപ്പണി. കട്ട പിടിച്ചാണ്. ബദാമാണ് കേട്ടോ. ഒരു ലേശം നെയ്യിലായാലും മതി. നെയ്യിലാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഉരുക്കൽ കഴിഞ്ഞിട്ടില്ല എൻ്റെ, അതാണ്. അത് എണ്ണയാണ്. ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമസ്കാരം, നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് റെസിപ്പി കേട്ടോ. അതെന്താ വെച്ചാൽ 2-3-4 ദിവസമായിട്ട് ചക്ക വരട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഉരുളിയിൽ അത് ചക്ക, പിന്നെതാ ഇത്. അത് കഴിഞ്ഞിട്ട് അതൊരു 3/4 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വെച്ചതാണ് ഇത്. അപ്പം ഞാനിപ്പോൾ ഇത് അതിലേക്ക് ഇടാൻ പോവുകയാണ്. മുഴുവൻ ഈ റെസിപ്പിയിലേക്ക് വേണ്ട. അപ്പം എന്തായാലും ആ ചട്ടി ഇങ്ങനെ കിടക്കല്ലേ. കുഞ്ഞ് പലഹാരം, ചക്കപ്പലഹാരമല്ല എന്നാൽ ചക്കപ്പലഹാരമാണ്. ഈ ഇലയുടെ കോലം കണ്ടോ? ഇത് വെച്ചപ്പം തൊട്ടിട്ട് വെക്കാൻ തുടങ്ങിയ ഇല കേട്ടോ അത്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടിയാണ്. ഈ ചക്ക ബാക്കിയുള്ളതിലേക്ക് കുറച്ച് ചക്ക, അതിൻ്റെ കണക്കൊന്നും നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. ഇതങ്ങ് നല്ലോണം മിക്സ് ചെയ്യുക. ഉള്ളിയും കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. ഒന്നങ്ങോട്ട് കുറുക്കണം. ലേശം കൂടെ ഗോതമ്പിടാം. നമുക്കതിങ്ങനെ കണ്ടറിയില്ല. ഈ ചക്കപ്പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നാട്ടിലേക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചക്കപ്പലഹാരം. അതേപോലെയൊക്കെ തന്നെ ഇവിടെയൊന്നും മഴയുണ്ട്. ഇനി ഇതും എനിക്കിടാനുള്ളതാണ്. ഇത് ഏലക്കായ പൊടിച്ചതാണ്. ഇത് ഞാൻ ലേശം ബദാം ആണ്, നേരത്തെ നെയ്യിൽ വറുത്തതാണ്. പിന്നെ എനിക്കുള്ളത് ഇത്തിരി തേങ്ങയിടുക. ഇനി നെയ്യോ അല്ലെങ്കിൽ എന്താ പറയുക വെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുക. കുറച്ചും കൂടി ലൂസാവണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആവണം നല്ലോണം. ഒരു നുള്ളു ഉപ്പും കൂടി ഉണ്ട്. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിടുക എന്ന് പറയില്ലേ, ഇതാ ഒരു നുള്ളു ഉപ്പ്. മധുരമൊക്കെ നിങ്ങൾക്ക് പാകത്തിന്. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ചക്ക വരട്ടുമ്പോൾ ശർക്കര ഇട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ മധുരം ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ വെല്ലാൻ്റെ മധുരം ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അത്രയും മധുരം ഇടുന്നുള്ളൂ. ഇനി അതിൽ കുറച്ചും കൂടെ നമുക്ക് നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ഏതാച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുവരെ നമ്മുടെ സ്വാദിനും ആരോഗ്യത്തിനും ഒക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇനി അതൊന്നും അങ്ങോട്ട് മിക്സാക്കാം. ഒരു ചെറുതീയിൽ ഒന്നിങ്ങനെ കുറുക്കിയെടുക്കാം. ഇത് ഈ പലഹാരം ഉണ്ടാക്കാൻ പറഞ്ഞത് എൻ്റെ സ്റ്റുഡൻ്റ് കേട്ടോ, പ്രിയ എന്ന് പറഞ്ഞിട്ട് പുലാമന്തോടുള്ള കുട്ടിയാണ്. അപ്പോൾ പ്രിയ കഴിഞ്ഞ ഈ ഞായറാഴ്ച ക്ലാസ്സിന് വന്നപ്പോൾ ഇങ്ങനെ പലഹാരം കൊണ്ടുവന്നു. നല്ല സ്വാദം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ ഗോതമ്പ് മധുരം ചേർക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ പ്രിയ റെസിപ്പി പറഞ്ഞത് നേന്ത്രപ്പഴമാണ്. ചക്കയ്ക്ക് പകരം നേന്ത്രപ്പഴമാണ്. ഞാൻ എന്തായാലും ചക്ക ഉള്ളി പരത്തിയതുണ്ടല്ലോ, അപ്പോൾ ചക്കയായിട്ട് നോക്കിയാലോ എന്ന് പ്രിയോടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിയ ഉണ്ടാക്കിയത് കിണ്ണത്തിൽ നെയ്യ് വറ്റിട്ട് മുറുക്കിയ ചെയ്തേ. ഞാൻ ഇഡ്ഡലി തട്ടിൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ചക്കപ്പലഹാരം പൊതുവേ ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. ചക്കപ്പൊതി എന്നൊക്കെ പറയുന്നത്. ചക്കപ്പൊതി, ചക്കപ്പലഹാരം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാം. തേങ്ങയും കുറച്ച് നെയ്യും. പക്ഷേ ഏലക്കായൊന്നും പണ്ടുള്ള പതിവില്ല. ഇപ്പം ഏലക്കായൊക്കെ ഇടാറുണ്ട്. തട്ടിൽ ഞാൻ നല്ലോണം വെണ്ണയ്യ് വറ്റിയിട്ട്, ഈ വെണ്ണയ്യ് കട്ട പിടിച്ചെണ്ണു അത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കട്ടയുണ്ട്. എന്നിട്ട് ഇഡ്ഡലി ഒഴിക്കണ പോലെ ഒഴിക്കുക. ഇത്തിരി കട്ടയാണ് മാവെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മീതെ ചിരകി വെച്ച തേങ്ങ ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ തൂവി കൊടുത്തു കേട്ടോ എല്ലാറ്റിൻ്റെയും മീതെ. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നും കൂടെ ഒരു തേങ്ങയുടെ ഫ്ലേവർ ഒന്നും കൂടെ വരും. എനിക്ക് തോന്നുന്നു തേങ്ങ ഒന്ന് വറുത്തിട്ടിട്ട ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം അങ്ങനെ ഒന്ന് നോക്കണം. ഇനി അടച്ചു വെച്ചൊരു
20 മിനിറ്റോളം നല്ലോണം വേവിക്കാം, ആവി കയറ്റാം. അത് കഴിഞ്ഞ് കുറച്ചേരം ഒന്ന് കണപ്പുറത്തും വയ്ക്കുക. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ സിം ചെയ്തിട്ട് അതെ ഒരു 5 മിനിറ്റ് വയ്ക്കുക. വിറക് ലാവിഷായിട്ട് വെച്ച് കൊടുത്തു. ഗ്യാസിലാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലോണം ഒന്ന് കത്തിക്കഴിഞ്ഞാൽ പിന്നെ സിം ചെയ്ത് വെച്ചാൽ മതി. ഒരു 10-20 മിനിറ്റായി, 20 മിനിറ്റൊക്കെ വയ്ക്കാം കേട്ടോ. നല്ല നെയ്യിൻ്റെയൊക്കെ വാസന വരുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് എടുത്ത് നോക്കട്ടെ. ചൂടാകണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ ചക്ക കേക്ക് റെഡി ആയിട്ടോ. ചക്ക കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചക്ക ഇഡ്ഡലി എന്ന് പറയാവും നല്ലത്. ഇത് മറ്റേ വശം നല്ല സ്മൂത്തായിട്ടിരിക്കുക കേട്ടോ, കണ്ടോ. ഞാൻ ഈ ചക്കപ്പലഹാരം അല്ലെങ്കിൽ ചക്കപ്പൊതിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ കേക്കും അല്ല, കേക്കെന്ന് പറയണം, എന്താ പറയുക, ബദാമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിലിപ്പോൾ ബദാമൊക്കെ ഇട്ടുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കേട്ടോ, കടലൊക്കെ ഇട്ടാൽ നല്ല സ്വാദുണ്ടാവും. ഇതെന്താ അറിയോ, ഇത് പ്രിയ കൊടുന്ന പലഹാരത്തിൻ്റെ സ്വാദല്ല, നോർമൽ ചക്കപ്പലഹാരത്തിൻ്റെ സ്വാദം. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റാവും, നല്ല സ്വാദമുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ്. അപ്പോൾ ശരി, ചക്ക വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.